ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കുക്കിംഗ് വ്ളോഗാണ്. എൻ്റെ ഉമ്മി എൻ്റെ സ്കൂളിലെ ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യുന്നൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണാം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോയിലോട്ടോ. ഗൈസ്, ഇന്നൊരു എഗ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ ഇതാണ് ഐറ്റംസ്. എൻ്റെ ഉമ്മയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റിലെ ഓരോ സാധനങ്ങൾ പറയാം. സെല്ലാ റൈസ് ഉണ്ട്, പിന്നെ എഗ് ഉണ്ട്, പിന്നെ ഒണിയൻ ഉണ്ട്, ചില്ലി ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, ഗാർലിക് ഉണ്ട്, കറി ലീവ്സ്. നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. നമുക്ക് എഗ് ബോയിൽ ചെയ്യാം. അതിനായിട്ട് 3 എഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വാട്ടറിലേക്ക് ഇട്ടു. അതിലേക്ക് നമുക്ക് കുറച്ച് നമ്മൾ സ്റ്റൗ ഓണാക്കി ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചു. അതിനുശേഷം നമുക്ക് ഓയിൽ ആഡ് ചെയ്തു. കുക്കർ ചൂടാവുന്നതേ ഉള്ളൂ. കുക്കർ നമ്മൾ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഓയിൽ ആഡ് ചെയ്തു കൊടുക്കാം. നമുക്കതിലേക്ക് പെരുംജീരകം ആഡ് ചെയ്തു കൊടുക്കാം. നമുക്കതിലേക്ക് ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കറി ലീഫും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒനിയൻ, ടൊമാറ്റോ എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് ഇത് വഴണ്ടു വരാനായി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി വഴണ്ടു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ തക്കാളി സവാളയൊക്കെ നമ്മൾ കുക്കറിലേക്ക് വെച്ചത് വഴണ്ടു വരുന്നതിനിടയിൽ നമുക്കൊരു സലാഡ് ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ടുള്ള സവാള, തക്കാളി, പച്ചമുളക്, വിനിഗറും ഉപ്പ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് വിനിഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ പുളി ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് റൈസിൻ്റെ കൂടെ കഴിക്കാനുള്ള സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. സവാളയുടെ മിക്സ് നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാല കൂട്ടിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനിടയിൽ നമുക്ക് ഈ റൈസ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് വറ്റിക്കണം. അതിന്റെ വെള്ളം മുഴുവൻ വറ്റിച്ച് നല്ല കുഴമ്പ് പോലെ ആക്കണം. കുറച്ച് എഗ് ഓരോന്നായിട്ട് ആഡ് ചെയ്തു. അപ്പൊ എഗ് ബിരിയാണിയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് റൈസ് കുക്ക് ചെയ്യാം.
അടുത്തതായിട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. ഇത് ബോയിൽ ആവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് വീണ്ടും വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ ഊറ്റിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. റൈസിന് ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് കറി ലീവ്സും കുറച്ച് പെരിഞ്ജീരകവും പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനത്തെ ഉള്ള സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. 2 ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താലുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈസ് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ലെമൺ ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചൂടായി വന്ന വെള്ളത്തിലേക്ക് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. പപ്പടം, നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ സ്ട്രെയിൻ ചെയ്തിട്ട് തിരിച്ചു വെക്കാം. കുറച്ച് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എഗ് മസാല കുറച്ച് ആഡ് ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് ചോറ് അറേഞ്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് റൈസ് മോളുടെ ലഞ്ച് പാത്രത്തിലോട്ട് ഇടാം. അവൾക്ക് നെല്ലിക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉപ്പിലിട്ട നെല്ലിക്ക, പിന്നെ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാലഡ്, പപ്പടം. അപ്പോൾ നമ്മുടെ ഈസി ലഞ്ച് ബോക്സ് റെഡി. ഗൈസ്, ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. പപ്പടം എടുത്ത് ഇച്ചിരി മുട്ട എടുത്ത് എങ്ങനെയുണ്ട് മോളെ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരെയും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.